സവാരി ഗിരിഗിരിയിൽ ഇതാ 4ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും. വീരേന്ദ്ര മല്ലയ്യ മമ്മൂട്ടി ഏത് ഭാഷ കലർന്ന മലയാളമാണ് സംസാരിക്കുന്നത്? എ കന്നഡ, ബി തെലുങ്ക്, സി ഹിന്ദി. കന്നഡ ആദ്യം തന്നെ പറയട്ടെ. കന്നഡ. കന്നഡ. ഏ കന്നഡ ഞാൻ എടുത്തിട്ട് വരിഞ്ചിട്ട് മുറുക്കി പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാണൻ പള്ളത്തി എന്ന് പറഞ്ഞ ഒരു മിക്കവാറും പല സ്റ്റേജിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അമൃതയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാണൻ പള്ളത്തി എന്നുള്ള കഥ കേട്ടിട്ട് ഞാൻ ഇതിന്റെ ഉത്തരം പറയാം. പാണൻ പള്ളത്തി എന്ന് പറഞ്ഞാല് അത് ശരിക്കും ഇപ്പം എല്ലാവർക്കും ഒക്കെ അറിയാം. ഇതിലൂടെയൊക്കെ ഇതിൻ്റെ കുറേ പേര് ഫോട്ടോസൊക്കെ അഴിച്ചൊക്കെ അറിയാം. ചില ഏരിയയിൽ മാത്രം കാണുന്ന ഒരു മീനാണത്. ഈ പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് ഞങ്ങളുടെയൊക്കെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പാടങ്ങളിലൊക്കെ ആയിട്ട്. ചെറിയൊരു മീനാണ് അത്. നല്ല ടേസ്റ്റാണ് മീൻ വറുത്തൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് എൻ്റെ വീട് നേരത്തെ ഒരു പാടത്തിൻ്റെ കരിയത്തായിരുന്നു പണ്ട്. അപ്പം അന്ന് ഈ വടിയൊക്കെ എടുത്തിട്ട്, അത് കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് ഉള്ള സംഭവം തന്നെയാണ്. വടി എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തടുത്തിങ്ങനെ കൊണ്ടുവരും പാടത്തിൻ്റെ അരികത്തേക്ക്. അപ്പോൾ പള്ളത്തിയൊക്കെ കൂടെ കൂട്ടായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് ഇത് ചെളിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഇത് അടുത്തിങ്ങനെ വരുമ്പോൾ ഇത് ഓടി വന്ന് ഇവിടെ ഇങ്ങനെ കുത്തും ചെളിയിൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൈയിട്ട് പിടിച്ച് എടുക്കും. അപ്പം അത് വെയിലത്തിട്ട് ഉണക്കി, അത് തന്നെ എൻ്റെ കഥയിലൂടെ തന്നെ ആക്കിയതാണ്. അതിൽ പറയുന്നത് അങ്ങനെയാണ്. ജോലി എന്താണെന്ന് ചോദിക്കും ഈ പുള്ളിയോട്. ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ തന്നെ വടിയെടുത്ത് തെക്കേപ്പാടത്ത് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണക്കി ചെട്ടിയാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ രാവിലെ തന്നെ എനിക്ക് കിട്ടും. ഓ, മീൻ പിടുത്തം. അങ്ങനെ പറയാം. അപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഷിപ്പില. ഓ, ഫിഷറീസിലാണല്ലേ? അല്ല, ഷിപ്പിൽ അച്ഛൻ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണക്കി പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും 350 രാവിലെ തന്നെ. അത് ശരി. വേറെ വല്ലവരും? പിന്നെ ചേട്ടൻ ഗൾഫിലാ. അത് ശരി. ഒരാളെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ചേട്ടൻ അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അറബിയുടെ കൂടെ ഭയങ്കര സാലറി ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് മീൻ പിടിച്ചാലും കുഴപ്പമില്ല. അവിടെ അറബിയുടെ കൂടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പിടിച്ച് മണലാരണ്യത്തിലിട്ടുണക്കി ദുബായ് മാർക്കറ്റിൽ കൊടുക്കും 350 രൂപ 350 ദിർഹം ചേട്ടന് കിട്ടും രാവിലെ തന്നെ. നിർത്തടാ നിന്റെ ഒരു പാണം വെള്ളത്തിൽ നിന്ന്. അങ്ങനൊരു സംഭവമാണത്. അത് ഉല്ലാസും ഞാനും ദേവി ചന്ദനയും കൂടി ഉള്ളൊരു സംഭവമാണത്. ഉല്ലാസം നന്നായിട്ട് അവർ രണ്ടുപേരും പെർഫോമൻസും കൂടിയാണ് ആ സ്കിറ്റ്. പിന്നെ അനൂപേട്ടനാണ് അതിൻ്റെ അനൂപ് കൃഷ്ണ. അപ്പം എ കന്നഡയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. എ കന്നഡ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അടുത്തത് രാജമാണിക്യം. ഈ രാജമാണിക്യത്തിന് നിങ്ങളുടെ കൂട്ടുകാരനും സഹായിക്കാൻ പറ്റില്ല, ഓപ്ഷൻസും ഇല്ല, ഒന്നുമില്ല. ഒരു ചോദ്യം 10 സെക്കൻഡിനകം പറയണം. അപ്പം തുടങ്ങാം അല്ലേ? റെഡി? രാജമാണിക്യ. ചോദ്യം ശ്രദ്ധിക്കൂ. ചട്ടമ്പിനാട് എന്ന സിനിമ ഇറങ്ങിയ വർഷം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൺലി 10 സെക്കൻഡ്സ്. 9, 8, 7, 6, 5, 4, 2009. 2, 1. 2009. ശരിയാണോ? ശരിയാണ്. കംപ്ലീറ്റ് പൈസ പോയി വെറും 8000 രൂപയിൽ നിൽക്കും. അല്ല, ആ ഒരു ടൈമിൽ വന്ന് ഞാൻ കുറച്ച് ഓർക്കണ്ട. ഷാഫി സാറിന്റെ പടം എനിക്ക് ഏകദേശം ഓർമ്മയുള്ളതാണത്. 2009. പുലിയാണ് കേട്ടാ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ഇതാ നിങ്ങൾക്കായി സുധീർ പറവൂർ. സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിദന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ആഹാ ആഹാ